എപ്പോഴെങ്കിലും എഴുത്തയച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു എഴുത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ എഴുത്തയക്കേണ്ട സമയമായി കേട്ടോ. ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്പുകളുടെ കാലത്ത് എഴുത്തിനൊക്കെ എന്താ പ്രസക്തി എന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ അത്തരത്തിൽ കത്തുകൾ അയച്ച് വ്യത്യസ്തരാവുകയാണ് കോട്ടയത്തെ സെയിന്റ് കിറ്റ്സ് കോളേജിലെ വിദ്യാർത്ഥികൾ. അവരും അവരുടെ അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും പ്രശസ്തരായ വ്യക്തികൾക്ക് എഴുത്തയച്ചുകൊണ്ട് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഇത് പഴയ കാലത്തായിരുന്നെങ്കിൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടാൻ കാരണം ന്യൂജൻ കുട്ടികളിൽ ഓരോരുത്തരിലും എഴുതാനുള്ള അവരുടെ കഴിവ്, സർഗവാസനകൾ വികസിപ്പിക്കുക എന്നുള്ളൊരു ആശയം അവർ മുന്നോട്ട് വെച്ചു എന്നുള്ളൊരു കാര്യമാണ്. പ്രശസ്തരായ വ്യക്തികളെ തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ അതിനുപയോഗിച്ച മാനദണ്ഡം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ആരാധിക്കുന്ന താരങ്ങളെയാണ് അവർ തിരഞ്ഞെടുത്തത്. സിനിമാ മേഖലയിൽ നിന്നും, രാഷ്ട്രീയത്തിൽ നിന്നും, ക്രിക്കറ്റിൽ നിന്നും അങ്ങനെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരുടെ ഓരോരുത്തരുടെയും മേൽവിലാസങ്ങൾ ശേഖരിച്ചൊക്കെയാണ് എഴുത്തുകൾ എഴുതി തയ്യാറാക്കിയത്. ഇത്തരം ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചത് അവരുടെ അധ്യാപകനായ സഞ്ജു പി ചെറിയാനാണ്. പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുവാനും അവ പ്രാബല്യത്തിൽ കൊണ്ടുവരാനും കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഈ കോളേജ് വിദ്യാർത്ഥികൾ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും എഴുതാനുള്ള കുറെ ആശയങ്ങൾ ഉണ്ടാവും, പറയുവാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അവയൊന്നും പറയാതെ മെസ്സേജുകളിലൂടെ മാത്രം ടൈപ്പ് ചെയ്ത് അയക്കുന്നെങ്കിൽ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കും ഒരു എഴുത്ത് എഴുതിയാലോ? ഇന്ന് പോസ്റ്റൽ ഡേയോടനുബന്ധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എഴുതാൻ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ കോളേജ് കൂട്ടുകാരെ പോലെ നമുക്കും എഴുതി തുടങ്ങാം. മറുപടി കത്തുകൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ആളുകൾക്ക് നമുക്കും എഴുതാം നല്ല എഴുത്തുകൾ. നമ്മുടെ ഭാഷയും ഭാവനയും ഒക്കെ വികസിക്കട്ടെ. ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ഫെബിനി.